ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അരിക്ക ഫ്ലാമിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ അടുത്തുനിന്ന് സംഭവിച്ചിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാന്നുള്ളതും അതിനൊരു പരിഹാര മാർഗവും കാണാം. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ ചെടിയെ സ്നേഹിക്കുന്നൊക്കെ കുറേ ആൾക്കാരുണ്ടാവും. അപ്പം അവർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇവിടെ പ്രത്യേകമായിട്ടൊരു കാര്യം എടുത്തു പറയുകയാണ്. ഞാനിവിടെ ചെടി നടുന്നത് എങ്ങനെയാണെന്നൊന്നും കാണിക്കുന്ന വീഡിയോ അല്ല, അത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ചെടീൻ്റെ ഒരു കെയറിങ്ങിനെ പറ്റി മാത്രമുള്ള വീഡിയോ ആണ്. ഇങ്ങനെ ഈ ചെടി നടുന്നത് എന്നുള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ സ്ക്രീനിൽ ഞാൻ ചെടി നടുന്ന വീഡിയോൻ്റെ ഷോർട്ട് വീഡിയോൻ്റെ ലിങ്ക് വെക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക. അപ്പോൾ ഇവിടെ ചെടി നടുന്ന വീഡിയോ കാണിക്കുന്നുള്ളൂ, പക്ഷേ എങ്ങനെയാണെന്നുള്ളത് പറയുന്നില്ല. ഓക്കെ. ഈ ചെടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ലീഫ് നല്ല ഗ്രീൻ കളറായിരിക്കും. ഇത് നല്ല കൂട്ടത്തോടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അങ്ങനെ ഭംഗിയിൽ നിലനിർത്തണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതാണിപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ ചെടിക്ക് അത്യാവശ്യം ഒരു സൺലൈറ്റാണ് വേണ്ടത്. സംഭവം സിമ്പിളാണ് ഈ ചെടി വളർത്താൻ, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. കൂടുതൽ കെയറിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലതിൽ തന്നെ വളർന്നോളും. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയെന്നുള്ളൂ. ഈ ചെടി ഇനി അഥവാ നിങ്ങൾ ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് കൊണ്ട് സൂര്യപ്രകാശം തട്ടിച്ചാൽ മതി. കാരണം തീരെ സൂര്യപ്രകാശം തട്ടാതെ വളർത്തരുത്. പിന്നെ ഈ ചെടി ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് കാണാൻ വെക്കുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിറ്റ് ഔട്ടിലെ സ്റ്റെപ്പൊക്കെ ഇറങ്ങുന്ന ഭാഗം ഉണ്ടാവല്ലോ, സ്റ്റെപ്പൊക്കെ ഉള്ള ഭാഗം, അവിടെ ആകുമ്പോൾ കുറച്ച് സൺലൈറ്റൊക്കെ നല്ല കിട്ടുമല്ലോ. ആ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ബുഷിലും നല്ല ഭംഗിയിലും അത് വളർന്നു നിൽക്കും. പിന്നെ ഇതിന് സൺലൈറ്റ് കിട്ടാഞ്ഞാൽ ഇതിൻ്റെ ഇലകൾക്ക് മഞ്ഞ കളറ് വരും. കൂടുതൽ സൂര്യപ്രകാശം കിട്ടിയാലും മഞ്ഞ കളറ് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ വെള്ളം കൂടുതലായിട്ട് ഇതിന് ഉപയോഗിക്കരുത്. വെള്ളം കൂടുതലായി ഉപയോഗിച്ചാലും ഇലകൾക്ക് മഞ്ഞ കളറും വരും. ഇതിൻ്റെ താഴെ ഭാഗത്ത് വേര് ഭാഗത്തൊക്കെ വേഗം ചീയൽ വരാനും ഫംഗസ് വരാനൊക്കെ കൂടുതൽ വെള്ളമായാൽ സംഭവിക്കും. അതുകൊണ്ട് നമ്മളിത് നനയ്ക്കുന്നതിന് മുമ്പൊന്ന് കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കുന്നത് നല്ലതാണ്. നനവുണ്ടോയെന്ന്. കൂടുതൽ നനവുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നനവ് കുറച്ച് കുറവാണെങ്കിൽ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് നനച്ച് കൊടുക്കുക. കാരണം വേഗം ഫംഗസ് വരും. ഇനി അഥവാ അങ്ങനെ ഫംഗസ് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കൽ സാഫാണ്. നിങ്ങളെ കയ്യിൽ ഏതാണോ ഉള്ളത് ഫംഗിസൈഡ് അത് ഉപയോഗിച്ചിട്ട് ഇടയ്ക്കൊന്ന് ചെയ്ത് കൊടുക്കുക. ഉണങ്ങിയ ഇലയൊക്കെ ഉണ്ടെങ്കിൽ ആ ചെടിയിൽ നിന്ന് അത് കട്ട് ചെയ്ത് ഒഴിവാക്കുക. പിന്നെ കൂടുതലായിട്ട് ഇതിന് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കൂടുതൽ വളമൊന്നും ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് താനെ തന്നെ അത് ബുഷായിട്ട് വളർന്നോളൂ. പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് കമ്പോസ്റ്റോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒന്ന് ചെറിയ തോതിൽ കൊടുക്കുക. കൂടുതൽ വളമായാലും ഇതിന് കുഴപ്പമാണ്, വേഗം വേര് ചീഞ്ഞു പോകും. ഈ ചെടി നല്ല ഭംഗിയിൽ നമ്മൾ നിലനിർത്തി കാണണമെങ്കിൽ ഏകദേശം ചട്ടിയിലൊക്കെ വളർത്തുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് നിലത്ത് കൊണ്ടുപോയി വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് കാട് പോലെ വളരും. അത്യാവശ്യം വലിപ്പത്തിൽ ഉയരത്തിലൊക്കെ വന്ന് അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടും. ഏറ്റവും നല്ലത് ചട്ടിയിൽ നടുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ചട്ടിയിൽ തിക്നെസ് വരും, ഇതിങ്ങനെ കൂടി വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ ചട്ടി ഒന്ന് മാറ്റി കൊടുക്കുക. അതായത് കുറച്ച് അല്പം കൂടി വലിപ്പമുള്ള ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുക. ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കുമ്പോൾ പിന്നെ മണ്ണും നമ്മൾ മാറ്റി കൊടുക്കണം. സാധാ മണ്ണിൽ കുഴിച്ചിട്ടാൽ മതി, പ്രത്യേകിച്ച് വേറെ മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല. സാധാ മണ്ണിൽ കുഴിച്ചിട്ടാൽ മതി. അപ്പം വേണമെങ്കിൽ അതിൻ്റെ വേരിനും അടിഭാഗത്തൊന്നും കേട് പറ്റാത്ത വിധത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് 2 ചട്ടിയിലേക്കൊക്കെ മാറ്റി കൊടുക്കുക. ഈ മാറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ കട്ട് ചെയ്യുന്ന ഭാഗത്തൊക്കെ സാഫ് അങ്ങനെ എന്തെങ്കിലും ഫംഗിസൈഡ് അപ്ലൈ ചെയ്യുക. കാരണം പിന്നീട് അവിടെ വേഗം ചീയൽ വരാൻ വേഗം സാധ്യത ഉണ്ടാകും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ ഈ ചെടി അകത്താണ് വെക്കണമെന്നുണ്ടെങ്കിൽ നനയ്ക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ നനവേ പറ്റില്ല. അപ്പം എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചാൽ മതി, ഒന്ന് തൊട്ട് നോക്കിയതിന് ശേഷം. വെള്ളമില്ലെങ്കിൽ പിന്നെ തീരെ വെള്ളം ഒഴിക്കാതെ വെക്കാനും പറ്റില്ല കേട്ടോ, വേര് പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് പുറത്തൊക്കെ വെക്കുന്ന സമയത്ത് അതായത് പൂമ്പാറ്റപ്പുഴൊക്കെ വന്നിട്ട് ചെടിയിൽ അധികം വളരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അവ ചെടീൻ്റെ ഇലയൊക്കെ തിന്ന് നശിപ്പിച്ചിട്ട് ലാസ്റ്റ് ചെടീൻ്റെ തണ്ടിങ്ങനെ ഒരു കോല് പോലെ നിൽക്കും. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ അത് ഇലേൻ്റെ മുകളിൽ എന്തെങ്കിലും റൗണ്ടായിട്ടാണ് വരിക. ഇല ഇങ്ങനെ തിന്നിട്ട്, അതായത് ഇല ഇങ്ങനെ ചെറുതായി വരും. ആ ലീഫൊന്ന് പൊന്തിച്ച് നോക്കി അടിയിലുണ്ടാകും ബട്ടർഫ്ലൈൻ്റെ പുഴു. അപ്പോൾ അത് നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അത് നല്ലോണം ശ്രദ്ധിക്കണം.
പിന്നെ ഇലയിൽ ഇടയ്ക്ക് വരും ഒരു വെള്ള ഡോട്ട് പോലെ, പിന്നെ ഒരു റൗണ്ടിൽ ഇങ്ങനെ ഓട്ടോട്ട പോലെയൊക്കെ, അത് ഈ ഫംഗസിൻ്റെതാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഫംഗിസൈഡൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കൂടുതലായിട്ട് ഇതിൽ കാണാൻ, എൻ്റെ ഇവിടെയൊക്കെ കൂടുതലായിട്ട് ഈ ചെടിയിൽ കാണാൻ ഈ പൂമ്പാറ്റപ്പുഴു തന്നെയാണ്. ഇല തിന്ന് വേഗം നശിപ്പിക്കുക, ചെടീൻ്റെ ഭംഗി തന്നെ പോയി പോകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ചെടി നല്ല ഭംഗിയിലും ആരോഗ്യത്തോടു കൂടിയും വളരും. അപ്പം ചെടിയെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, നല്ലൊരു സപ്പോർട്ട് തരാം പ്ലീസ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.